ആൻഡ് സിനിമയില് എന്റെ കൂടെ ഓർമ്മ മഹിമയാണ്. മഹിമ ഐ തിങ്ക് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് എന്നെ സമ്മൻ എന്നൊക്കെ കാണുമ്പോൾ ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. അതില് കാണുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഞാൻ മഹിമയുടെ ഒപ്പം ഇതിന് മുന്നേ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഞാൻ നായകനായിരുന്നില്ല, മഹിമ ആ പടത്തിലെ നായികമായിരുന്നില്ല. മാസ്റ്റർ പീസ് എന്ന സിനിമ ഉണ്ടായിരുന്നു, ഞാനതൊരു വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മഹിമയാണ് ഞാൻ പരിഗണിച്ച് പോകുന്നൊരു സീക്വൻസ് തന്നെ. പക്ഷെ എന്ന് പറഞ്ഞാൽ എത്തില്ല. ഫീനിക്സ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. ഷീസ് ഗിവൻ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് ഇൻ ദ കമ്മിങ് ലാസ്റ്റ് ഇയർ, RDX. ആൻഡ് ഒരുപാട് നല്ല സിനിമകൾ തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ബോളിവുഡ് ഡെബ്യൂ. ബിക്കോസ് നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഭാഷകൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു ആക്ടറാണ്. ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ജയ ഗണേഷ്. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നേരിട്ട് പറയില്ല കേട്ടോ, എല്ലാം സ്റ്റേജിൽ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നേരിട്ട് പറഞ്ഞാൽ എനിക്കൊന്ന് സന്തോഷിക്കൂടെ. I feel compliment should be very loud and clear. Thank you so much. ഉണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ണി പടത്തിൽ ചെയ്ത ക്യാരക്ടറിനേക്കും ടീച്ചറിൽ കണ്ടതാണായിരിക്കും ഒരു സ്പെഷ്യൽ ഏബിൾഡായ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് what I like the most about him is that he is very passionate about his work. ചിലപ്പം നമ്മുടെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ അതൊക്കെ മതി, ആ സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞല്ലോ, നമ്മുടെ മുന്നിലൊക്കെ കഴിഞ്ഞോന്നായിരിക്കും പലരും വിചാരിക്കുക. പക്ഷെ പ്രമോഷൻ വർക്കിലായാലും മറ്റു കാര്യങ്ങളിലായാലും കംപ്ലീറ്റ്ലി ഫുള്ളായി ഇൻവോൾവ് ആയി ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ ഹാവ് അമേസിംഗ് ടൈം വർക്കിംഗ് വിത്ത് യു. രഞ്ജിത്ത് സാറിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഡയറക്ടർ രഞ്ജിത്ത് സർ ഭയങ്കര സെൻസിബിൾ ആയ ഫിലിം മേക്കറാണ്. അപ്പൊ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു പടമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമയായിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായമാണ്. സിനിമ കണ്ടിട്ട് നിങ്ങൾ വേണം പറയാൻ, റിവ്യൂ അറിയിക്കുക. സിനിമ കണ്ട് 11th റിലീസാണ്, തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഉണ്ണിയാണെങ്കിൽ ബിസിനസ്മാൻ ആവുമ്പോഴേക്ക് പ്രൊഡ്യൂസറോ. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു സ്ട്രീറ്റിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഒരു ഈവനിങ് ഒരു 6 മണി 7 മണിയൊക്കെ ആയിക്കാണ്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വന്ന് നിൽക്കുക. അപ്പൊ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വൈബ് ഒന്ന് മാറുമല്ലോ. അവരേത് മൂഡിലോ മൈൻഡ്സെറ്റിലോ നമുക്ക് അറിയണ്ട. അപ്പൊ അവർ പേരൊക്കെ ഒച്ചത്തിൽ വിളിക്കും, ഭയങ്കര കമന്റ്സ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡീസന്റ് ആയി നിൽക്കാം. അത് ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കേണ്ടതെന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ സൈഡ് തിരിഞ്ഞ് നിൽക്കുക. അപ്പൊ ഉണ്ണി അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കൈ കാണിക്കുക. ഒരിക്കലും എല്ലാവർക്കും ഒന്ന് കൈ കാണിച്ച് എന്തിനും കൈ കാണിക്കണം. പിന്നെ എല്ലാവർക്കും കൈ കാണിച്ച് ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുക. ഈ ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത് എനിക്ക് 10 ടിക്കറ്റ് ഇട്ടു. ഞാൻ കൈയൊക്കെ കാണിച്ചായിരുന്നു. ഇവര് പറയുന്നത് ഇങ്ങനെ ഡിസ്റ്റർബ് ആവുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. ആ കൂടുതൽ ചിലപ്പോ ഇപ്പൊ 50 ടിക്കറ്റ് പറഞ്ഞു, അത് 60 കണ്ടോ. എന്തായാലും 2 തവണ കണ്ടു. സോ ഐ തിങ്ക് ഇനഫ്. If you want, I can. ടീച്ചറാണോ കണ്ടതില്ല, എത്ര പെൺകുട്ടികൾ ഉണ്ണി മുന്നിലാണോ ശ്രദ്ധിച്ചത് ഇപ്പൊ മനസ്സിലാവും. Okay.
ആ